ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. ഇനിയുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിലെ. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ കൂടിയിട്ട് ക്ലാസ് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് ടോപ്പിക്ക്. ഇഷ്യൂ ഓഫ് ഷെയർസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കമൻസിങ് ബിസിനസ് ഓഫ് എ കമ്പനി ഈസ് റേസിങ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഒരു കമ്പനീനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. ക്യാപിറ്റൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ വേണം. നമ്മുടെ ഫണ്ടാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു എന്താ പറയുക, ലൈഫ് ബ്ലഡ് എന്നൊക്കെ പറയാം. ബ്ലഡ് എന്ന് തന്നെ പറയാം നമുക്ക് ഫണ്ടിനെ. അപ്പോൾ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ക്യാൻ ബി ഇഷ്യൂഡ് 3 ways. 3 വഴി ആണ് നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർസ് 3 വഴി, 3 വേസിൽ നമുക്ക്. ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, സെക്കൻഡ് വൺ റൈറ്റ് ഇഷ്യൂ, തേർഡ് വൺ പബ്ലിക് ഇഷ്യൂ. അങ്ങനെ 3 വഴി നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യാം, കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആദ്യം അതിൽ വീണ്ടും പബ്ലിക് ഇഷ്യൂവിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ പബ്ലിക് ഓഫറും ചെയ്യാം, ഓഫർ ഫോർ സെയിലും. അതൊക്കെ എന്താണെന്ന് നമുക്ക് വഴി ഈ ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ആദ്യത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ്. അതായത് ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനീസാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പബ്ലിക്കിൽ നിന്ന് പൈസ, പ്രൈവറ്റ് കമ്പനിയാണല്ലോ, അപ്പോൾ പബ്ലിക്കിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം അവർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഈസ് ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഡയറക്റ്റ് ടു വൺ ഇൻവെസ്റ്റർ ഓർ എ സ്മോൾ ഓഫ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ പബ്ലിക്കിന് ഇന്ന് ഞങ്ങളുടെ ഷെയർസ് വാങ്ങിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ തന്നെ പബ്ലിക്കാവും. പബ്ലിക്കിന് ഓഫർ ചെയ്താൽ പബ്ലിക് കമ്പനിയാവും. അപ്പോൾ അത് പ്രൈവറ്റ് കമ്പനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അറിയാവുന്ന ഒരു ഇൻവെസ്റ്റർക്കോ അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനോ എന്ത് ചെയ്യും, ഷെയർസ് കൊടുത്തിട്ട് പൈസ കളക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർസ് വിറ്റിട്ട് അവർക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടാൾക്കാർക്കോ ഷെയർസ് കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യാം. ജനറലി ഇങ്ങനെ ഉള്ള ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇവർക്ക് ഷെയർ കൊടുക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഏതെങ്കിലും കമ്പനിക്ക് ആവാം, അല്ലെങ്കിൽ ഈ കമ്പനി നടത്തുന്നവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പ്രൈവറ്റ് കമ്പനീസിലൊക്കെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളൊക്കെ ഷെയർ വാങ്ങുക. അതൊക്കെയാണ് ഈ പ്രൈവറ്റ് കമ്പനിയുടെ കൺസെപ്റ്റ്. ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റായിട്ട് അവർക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് ആൾക്കാർക്കോ ഒരു കൂട്ടാൾക്കാർക്കോ ഒരാൾക്കോ ഷെയർ കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുക. അപ്പോൾ അതാണ് ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യണം, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് നടത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഹാസ് ടു സ്പെഷ്യൽ റെസൊല്യൂഷൻ. നിയമങ്ങളുണ്ട്. വെറുതെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർസ് ഇഷ്യൂ ചെയ്ത ഒരാൾക്കാണെങ്കിലും ബന്ധുക്കൾക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെങ്കിലും കുറച്ച് നിയമങ്ങളുണ്ട്. അതാണ് പറയുന്നത് കമ്പനി ഹാസ് ടു പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നിയമം പാസ്സാക്കണം. ഇഫ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ അങ്ങനെ പാസ്സാക്കിയില്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു സെൻട്രൽ ഗവൺമെൻറ് ഫോർ ഒബ്റ്റൈനിങ് ദ കൺസെൻറ്റ്. ഒന്നെങ്കിൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടൊരു ഇതുണ്ടാക്കുക, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊരു സമ്മതം വാങ്ങണം. പിന്നെ ദ ഷെയർസ് should not be sold for a period of 3 years from the date of allotment period is called lock-in period. അങ്ങനെ നമ്മളൊരു ഷെയർ വിറ്റു വിചാരിക്കുക, ഒരു റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു ഇൻവെസ്റ്റർക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് വിറ്റു എന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സ്, ആ വാങ്ങുന്ന വ്യക്തികളുണ്ടല്ലോ, 3 കൊല്ലത്തേക്ക് ഈ അലോട്ട്മെൻറ്റ് നടന്നതിന് ശേഷം 3 കൊല്ലത്തേക്ക് ഈ ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പാടില്ല. അങ്ങനെ പറയുന്ന ആ 3 കൊല്ലത്തിൻ്റെ പീരീഡിനെ പറയണതാണ് ലോക്ക്-ഇൻ പീരീഡ്. ലോക്കായിട്ട് കിടക്കുക. 3 വർഷത്തേക്ക് അവർക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. 3 വർഷം അത് അവരെ കയ്യിൽ തന്നെ വെച്ചിരിക്കണം. സാധാരണ നമ്മളൊരു ഷെയർ വാങ്ങി നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പർട്ടിക്കുലർ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ 3 വർഷമൊന്നുമില്ല. ഇത്ര ഡേയ്സ് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കേസിൽ പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണ് ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വരുന്നത്. ഷെയർസ് പ്രൈവറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ അങ്ങനെ ഷെയർസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് അത് തിരിച്ച് ആർക്കും കൈമാറാൻ പാടില്ല. അത് ആ നിയമമാണെന്ത്, ലോക്കിൻ. ആ ഒരു കൺസെപ്റ്റാണ് ലോക്കിൻ പീരീഡ്. ഇങ്ങനെ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലോ സ്പെഷ്യലായിട്ട് എല്ലാവരുടെ ഒരു സമ്മതം വാങ്ങും വേണം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ എടുക്കണം.
ഇത്രയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ്. ഇതാണ് ആദ്യത്തെ ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഒരു മാർഗം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അടുത്താണ് റൈറ്റ് ഇഷ്യൂ. സെക്കൻഡ് ആണ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ ഇസ് ദ ചീപ്പസ്റ്റ് വേ ഓഫ് റേസിംഗ് ഫിനാൻസ് ആണ്. ഏറ്റവും ചീപ്പസ്റ്റ് വേ ആണ്. ഇവിടെ ഒന്നുമില്ല. ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ്. അതായത് നമ്മൾ ഓൾറെഡി കമ്പനിക്ക് എന്തുണ്ടാവും, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവരുടെ എത്ര ഉണ്ട് അതിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ച് ഓരോരുത്തർക്ക് ഇത്ര ഷെയർ ഉണ്ടാവുമല്ലോ. അപ്പോൾ 3:2:1 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റേഷ്യോസ് പഠിച്ചിട്ടുണ്ട്. ഇത്ര ഷെയർ ഉണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ പ്രൊപ്പോർഷൻസിൽ എന്ത് ചെയ്യും, അവർക്ക് ഇപ്പോൾ ഒരുപാട് ഷെയർസ് ഉണ്ടെങ്കിൽ അത് മൈന്യൂട്ടായിട്ടുള്ള പെർസെൻറ്റേജുകളാവും. അത്രയാണ് പെർസെൻറ്റേജുള്ള അതിൻ്റെ അനുസരിച്ച് പഴയ ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഒരു പ്രോസ്പെക്ടസും പുതിയൊരു ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുക, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക, അങ്ങനത്തെ ഒരു കാര്യമില്ല. ഓൾറെഡി ഉള്ളവർക്ക് തന്നെ പുതിയത് വീതം വെച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. അടുത്ത മൂന്നാമത്തെയാണ് പബ്ലിക് ഇഷ്യൂ. നോർമലി നമ്മളെല്ലാവർക്കും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ മീൻസ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ടു പബ്ലിക് ബൈ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് വഴി. അതായത് ഇപ്പോൾ അപ്ലിക്കേഷൻ വഴി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഷെയർസിനെ ആദ്യം എന്ത് ചെയ്യും, ആദ്യം ഈ പ്രോസ്പെക്ടസ്. ഇപ്പം നിങ്ങൾ തന്നെ കോളേജുകളിൽ ചേരുമ്പോൾ ആദ്യം ചിലപ്പോൾ കോളേജുകളിൽ നിന്നൊക്കെ ഇങ്ങനെ പ്രോസ്പെക്ടസ് ഒക്കെ വാങ്ങുക. മുന്നൊക്കെ ആണെങ്കിൽ നേരിട്ട് കോളേജിലാണ് കൊടുക്കണമെന്നുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ പ്രോസ്പെക്ടസ് വാങ്ങി കൊണ്ടുവന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈനായപ്പോൾ ആ ഇത് കുറവാണ്. എന്നാലും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രോസ്പെക്ടസ് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആദ്യം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. പിന്നെയാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതേപോലെ തന്നെ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ കമ്പനികൾ എന്ത് ചെയ്യണം, ആദ്യം പ്രോസ്പെക്ടസ് ഇങ്ങനെ ഇഷ്യൂ ചെയ്യണം. ഇങ്ങനെ ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത് കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാവും. പിന്നെ അതിൽ തന്നെ പബ്ലിക് ഇഷ്യൂവിൽ തന്നെ 2 തരത്തിലുണ്ട്. ഇനീഷ്യൽ പബ്ലിക് ഓഫർ, IPO എന്ന് അത് കോമൺ ആയിട്ട് പറയും. എന്താണ് IPO എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം. ഇനീഷ്യൽ പബ്ലിക് ഓഫർ. അടുത്ത് രണ്ടാമത്തെയാണ് ഈ പബ്ലിക് ഇഷ്യൂവിൽ ഓഫർ ഫോർ സെയിൽ. അതായത് ആദ്യത്തെ ഇനീഷ്യൽ പബ്ലിക് ഓഫറാണ് നമ്മൾ പറയുന്നത് IPO. This is a method of raising securities in which a company sells shares or stock to general public for first time. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യമായിട്ട് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി എന്ത് ചെയ്യാണ്, പബ്ലിക്കിനോട് വാങ്ങാൻ പറഞ്ഞിട്ട് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന സംഭവമാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. നമ്മളൊരു കമ്പനിയിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, പബ്ലിക്കിനോട് വാങ്ങിക്കോളോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈം പറയണതിനെയാണ് പറയുന്നത്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയാം. ഇനി ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് ഇൻസ്റ്റെഡ് ഓഫ് ഓഫറിങ് ഷെയർസ് ഡയറക്ട്ലി ടു പബ്ലിക്, കമ്പനി തന്നെ പബ്ലിക്കിനോട് വാങ്ങിക്കോളൂ എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാണ്, ഒരു ഇൻ്റർമീഡിയറീസിനെ വെക്കുകയാണ്. ഇഷ്യൂ ഹൗസ്, അണ്ടർ റൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടോ. മെർച്ചൻറ്റ് ബാങ്ക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ഓർ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ ഏൽപ്പിക്കുകയാണ് ഒരു ഏജൻസീനെ ഏൽപ്പിക്കുകയെന്ന് അത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ആ ഏജൻസിയുടെ ആൾക്കാരാണ് ഈ ഇഷ്യൂ ഹൗസ്, മെർച്ചൻറ്റ് ബാങ്ക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. ഒരു ഏജൻസീനെ ഏൽപ്പിക്കുകയാണ്. അതായത് ഇവർക്ക് റിസ്ക് കുറയ്ക്കാനാണ്. ഇത് നേരിട്ട് നമ്മളിപ്പോൾ നിങ്ങൾ തന്നെ ചെറിയ ഇതിൽ നിങ്ങൾക്ക് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പല സംഘടനകൾ, ക്ലബ്ബുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലബ്ബുകൾ ഈ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി കൂപ്പൺസ് ഇഷ്യൂ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, ബുക്കുകൾ. ഈ കൂപ്പൺ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അവരെന്ത് ചെയ്യും, അത് നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ക്ലബ്ബ് മെമ്പേഴ്സിന് തന്നെ എന്ത് ചെയ്യാം, നേരിട്ട് എല്ലായിടത്തേക്ക് അവരൊരു ഗ്രൂപ്പ്, ഇപ്പോൾ ക്ലബ്ബിൽ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 10 ആൾ കൂടിയിട്ടുള്ള ഒരു ക്ലബ്ബാണെന്ന് വിചാരിക്കുക. 10 ആൾ കൂടിയിട്ട് നടന്നിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വേണമെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്യാം. ആ ഒരു സംഭവമാണ്. അവരെന്നെ എന്ത് ചെയ്യാണ്, നേരിട്ട് ആൾക്കാരിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു പോലെയുള്ള സംഭവമാണ് ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഇനിയിപ്പോൾ അങ്ങനെ ഈ 10 ആൾ നേരിട്ട് പോവാതെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാണ്, ഓരോ ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്. എന്ത് ചെയ്യുക, ഒരു ഇന്ന ആൾക്കാരെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. ഇത്ര എണ്ണം വിറ്റ് കഴിഞ്ഞ് ഇത്ര കമ്മീഷൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഇത്ര എണ്ണം ബുക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുത്ത് പിന്നെ അവർ വഴി അത് വിൽപ്പന നടന്നു വരിക.
അപ്പോൾ അവർ ഉത്സാഹം എടുക്കുമല്ലോ, ഇവർക്ക് നേരിട്ട് അതിലേക്ക് വലിയ എഫേർട്ട് ഇല്ല. ഈ കമ്മീഷൻ കൊടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അവർ എഫേർട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഫണ്ട് കളക്ട് ചെയ്ത് വരും. അതേപോലെ തന്നെയാണ് ഇവർ ഇവിടെ ചെയ്യണത്. ഏജൻസീനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഞങ്ങളുടെ ഷെയർസ് ഇത്ര വിൽക്കാണ്ട്, ഇത് നിങ്ങൾ വിറ്റ് തരൂ, പകരം ഞങ്ങൾ കമ്മീഷൻ കാര്യങ്ങൾ തരാം. അപ്പോൾ ഇവരെന്ത് ചെയ്യും, എഫേർട്ട് എടുത്തിട്ട് ഇവർ വിറ്റു, ഈ ഏജൻറ്റുമാർ എന്ത് ചെയ്യും, വിറ്റ് വരും. അപ്പോൾ കമ്പനീനെ സംബന്ധിച്ച് ഇനി വിറ്റ് പോവാത്ത ഇഷ്യൂ വരണില്ല, കാരണം ഇവർ എല്ലാം ചെയ്യും ഉറപ്പാണ്. അവർക്ക് കമ്മീഷൻ കൊടുക്കണം. ഈ ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടി എക്സ്പേർട്ടുകളായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കമ്പനി നേരിട്ട് ഷെയർസ് പബ്ലിക്കിന് കൊടുക്കാതെ ഒരു ഏജൻസീനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇത് വിറ്റ് കൊടുക്കാൻ. അവർക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ കമ്പനീനെ സംബന്ധിച്ച് ഇത് വിറ്റ് പോകാത്ത സിറ്റുവേഷനിലെ കമ്പനികളാകുമ്പോൾ, പുതിയ കമ്പനിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് അറിയാണ്ട് ഷെയർസ് ഒന്നും വാങ്ങണമെന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ചെയ്യുന്ന കാര്യമാണ് എന്ത്, ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ കമ്പനി നേരിട്ട് നടത്തുന്നത്. ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ കമ്പനി മറ്റൊരു ഏജൻറ്റിനെ ഏൽപ്പിച്ച് അവർ വഴി വിൽപ്പന നടത്തുന്ന സംഭവം. ഓക്കെ, അപ്പോൾ 3 തരത്തിലാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്തുന്നതെന്ന്. ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ്, അത് പ്രൈവറ്റ് കമ്പനീസ് ചെയ്യുന്നതാണ്. പിന്നെ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും സിമ്പിളാണ്. ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ എന്ത് ചെയ്യാണ്, അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിങ്സിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ച് അവർക്ക് ഷെയർസ് കൊടുക്കുക, എന്നിട്ട് ഫണ്ട് അവരെ തന്നെ കളക്ട് ചെയ്യുക, ഉള്ളവർക്ക് തന്നെ കൊടുത്ത് കളക്ട് ചെയ്യാം. ദെൻ പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് അപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ നടത്തി എന്ത് ചെയ്യുക, പബ്ലിക്കിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുക. അത് തന്നെ 2 തരത്തിലുണ്ട്. ഇനീഷ്യലായിട്ട് പബ്ലിക് ഓഫർ, കമ്പനി തന്നെ ഓഫർ ചെയ്യുക. ദെൻ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ട് അവർ വഴി കളക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ.